അതായത് സ്കൂൾ വിട്ട സമയത്ത് ഞാൻ അവിടെ ചെല്ലുന്നു. കൃത്യം നിങ്ങൾ പറഞ്ഞ സ്കൂൾ ബസ്സിന്റെ മറവിൽ ഞാൻ കാത്തു നിന്നു. അപ്പൊ കൃത്യമായി കുട്ടികളുടെ ഇടയിലൂടെ നിങ്ങൾ പറഞ്ഞ കുട്ടിയും വരുന്നുണ്ട്. ഞാൻ തയ്യാറായിട്ട് നിന്നു. പെട്ടെന്ന് വാരിയെടുത്ത് വാനിലിട്ട് കൊണ്ടുപോകാനായിരുന്നു എന്റെ പ്ലാൻ. പക്ഷെ അത് നടന്നേനെ. പക്ഷെ അതിനു മുമ്പ് എനിക്ക് മുമ്പ് ഒരു ട്രാവലർ വന്നു നിന്നു. സെക്കൻഡുകൾക്കുള്ളിൽ അത് കടന്നു പോവുകയും ചെയ്തു. നോക്കിയപ്പോ കുട്ടിയെ കാണാനില്ല. അപ്പൊ വേറെ ആരോ കൊണ്ടുപോയോ? കൊണ്ടുപോയി. ചില സിനിമകളിൽ കാണുന്ന പോലെ തട്ടിക്കൊണ്ടുപോയി. ഈശ്വര, അതാരാ? അറിയില്ല. ആരായാലും നമ്മുടെ നീക്കങ്ങൾ കൃത്യമായി അറിഞ്ഞിട്ടുണ്ടാവും. ഒന്ന് സൂക്ഷിക്കുന്നത് നല്ലതാ. സൂക്ഷിക്കാന്ന് വെച്ചാ ആരെങ്കിലും ഫോളോ ചെയ്യുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കണം. ചുമ്മാ പറഞ്ഞ് പേടിപ്പിക്കാ ജമാലെ. പേടിപ്പിച്ചല്ല, എന്തായാലും ഒരു മുൻകരുതൽ നല്ലതല്ലേ. ഞാൻ ഏതായാലും ഒരു 2 ദിവസത്തേക്ക് മാറിയിരിക്കാം. കാര്യങ്ങളുടെ പോക്ക് എങ്ങനെയാണെന്ന് അറിയാൻ പറ്റുമല്ലോ. കുഴപ്പമാവോ? ഇതെന്റെ തലയിലേക്ക് വരുമോ? എന്തായി അംബിക, മോളെവിടെ? അച്ഛൻ നാളെ മോളെ വേറൊരു സ്ഥലത്ത് കൊണ്ടാവും. ആരും പോകാത്തൊരു സ്ഥലത്ത്. അവിടെ ചെല്ലുമ്പോ നമുക്ക് ഇഷ്ടമുള്ളൊക്കെ വാങ്ങിച്ചു തരാം. ഒന്ന് പോവങ്ങളേ, നാളെ എനിക്ക് ക്ലാസ് ഉണ്ട്. ഒരു ദിവസം പോണ്ടേ? നന്നായിരിക്കും. ചെന്നില്ലെങ്കിൽ എക്സ്പ്ലനേഷൻ കൊടുക്കണേ ഞാനല്ല, അമ്മ ചെന്ന് എഴുതി കൊടുക്കണം. എന്നെ തല്ലുകൊള്ളിക്കാനുള്ള എല്ലാ പണിയും അങ്കളുടെ ഉണ്ടല്ലേ. എന്താ അംബിക, മോളെവിടെ? എവിടെ എന്റെ മോള്? പറ. ഇനി എവിടെ പോയി അന്വേഷിക്കാനാ ഞാൻ എന്റെ മോളെ? ആരാ എന്റെ മോളെ കൊണ്ടുപോയത്? എന്ത് സംഭവിച്ചു എന്നറിയാൻ എന്താ ഒരു മാർഗമെന്ന് ആലോചിച്ചോണ്ടിരിക്കുക ഞാൻ. ആരോ ശത്രുക്കള അമ്മ മനഃപൂർവ്വം എന്റെ കുഞ്ഞിനെ കൊണ്ടുപോയത് ആയിരിക്കും. ആരോ മനഃപൂർവ്വം ചെയ്തതായത്. എന്തെങ്കിലും വിവരം കിട്ടിയോ? ഇല്ല, എവിടാന്ന് ഒരു വിവരവും ഇല്ല. ഒരു വിവരവും കിട്ടിയില്ലേ? ഇല്ല. കിട്ടും, കിട്ടണം. അന്വേഷിക്കാമെന്നല്ലാതെ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? അരവിന്ദേട്ടാ, അംബികയ്ക്ക് മോളെ തിരിച്ചു കിട്ടണം. ഇല്ലെങ്കിലേ അത് വലിയ കുഴപ്പങ്ങളിലേക്ക് പോകും. അതിനിപ്പോ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഞാൻ അന്വേഷിച്ചു, ഒരറിവുമില്ല. വേണുവേട്ടാ, ഞാനൊരു വഴക്കിനുമില്ല, ഒരു ശല്യത്തിനും ഇല്ല. എന്റെ മോളെ എനിക്ക് തിരിച്ചു കിട്ടിയാ മതി. അംബിക ഇപ്പോഴും എന്നെ സംശയിച്ച് എന്നെ സംസാരിക്കുന്നേ. കുഞ്ഞിനെ ദ്രോഹിക്കാൻ ഞാൻ ശ്രമിക്കില്ല. എനിക്ക് അവളെ ഇഷ്ടമായിരുന്നു. ഞാൻ പല ക്രിമിനൽ ബുദ്ധികളും കാണിച്ചിട്ടുണ്ട്. എന്റെ വിജയത്തിനും എന്റെ സന്തോഷത്തിനും വേണ്ടി പലർക്കും ദ്രോഹം വരുത്തി വെച്ചിട്ടുണ്ട്. പക്ഷെ കുഞ്ഞുങ്ങളെ ഞാൻ ഉപദ്രവിച്ചിട്ടില്ല, പ്രത്യേകിച്ച് ഗോപുമോളെ. പിന്നെ എന്റെ മോൾ എവിടെ പോയി? അതെനിക്കറിയില്ല. നമുക്ക് എത്രയും പെട്ടെന്ന് പോലീസിൽ അറിയിക്കാം, അതാ നല്ലത്. പോലീസോ? അതെ, പോലീസില്. അവരെ അന്വേഷിക്കട്ടെ. ഇത് ചെയ്തത് ആരായാലും അവരെ വെറുതെ വിടരുത്. ഭർത്താവിനെ പേടിക്കുന്നതേ ബഹുമാനം കൊണ്ടായിരിക്കണം. ഇതല്ല. എന്നോടെങ്കിലും സത്യം പറയണം. നിങ്ങളല്ലേ ഗോവുമോളെ പിടിച്ചോണ്ട് പോകാൻ ആളെ ഏർപ്പാടാക്കിയത്? ഗീതവും നിങ്ങളും കൂടെ പ്ലാൻ ചെയ്തല്ലേ അത്? അല്ല. അതെ. എന്നെ വിളിക്കാൻ ശ്രമിക്കണ്ട. നിങ്ങൾ തമ്മിൽ സംസാരിക്കുന്നത് പലതും ഞാൻ കേട്ടു. അങ്ങനെ എന്തെങ്കിലും കേട്ടെങ്കിലേ അത് സത്യമല്ല. അരവിന്ദേട്ടാ, ഇങ്ങനെ എന്നെ പൊട്ടിയാക്കല്ലേ. എനിക്കറിയാവുന്നല്ലേ നിങ്ങളെ. നീ വെറുതെ ഓരോന്ന് പറഞ്ഞ ദേഷ്യം പിടിപ്പിക്കല്ലേ. ഇല്ല, ദേഷ്യം വരാൻ വേണ്ടി ഞാൻ ഒന്നും പറയുന്നില്ല. ഒരു അപേക്ഷയുണ്ട്, അത് സാധിച്ചു തരണം. എന്തുവാ? അരവിന്ദേട്ടാ, ഒരു കുഞ്ഞിന്റെ ജീവൻ വെച്ച് കളിക്കരുത്. ആ പാവം എന്തു പിഴച്ചിട്ടാ? കുഞ്ഞുങ്ങളെ ദ്രോഹിക്കുന്നതിന്റെ പാവം ഒരു കാലത്തും തീരില്ല. ഞാൻ എന്ത് ചെയ്തു? ഒന്നും ചെയ്തു എന്ന് ഞാൻ പറയുന്നില്ല. ഗോപുമോളെ തിരിച്ചു തരണം. അരവിന്ദേട്ടന്റെ കാല് പിടിക്കാൻ ഞാനെന്താ എന്റെ മടി കൊണ്ടു നടക്കാണ് ആ കൊച്ചിനെ? തർക്കിക്കാൻ വേണ്ടി പറയുന്നതല്ല, ഞാൻ യാചിക്കുക. മോളെ കിട്ടിയില്ലെങ്കിൽ അംബിക ആദ്യം പിടിച്ചു മരിക്കും. അങ്ങനെ ഒരു മരണം കാണണോ അരവിന്ദേട്ടന്? അവളുടെ വിധി അങ്ങനെയാണ്, എനിക്ക് തടുക്കാൻ പറ്റുമോ? അരവിന്ദേട്ടന് പറ്റിയില്ലെങ്കിൽ വേണ്ട, പക്ഷെ എന്നാലാകുന്ന ഞാൻ ചെയ്യും. അപ്പോഴെന്നെ കുറ്റപ്പെടുത്തരുത്. നിനക്ക് എന്ത് ചെയ്യാൻ പറ്റും? അറിയില്ല, പക്ഷെ 2 ജീവൻ രക്ഷിക്കാൻ വേണ്ടി എന്നാലാകുന്ന എന്തും ചെയ്യും ഞാൻ.
നാളെ നേരം വെളുക്കുന്നത് വരെ അരവിന്ദേട്ടന് സമയമുണ്ട്. ആലോചിക്കേ. നീ എന്താ എന്നെ ഭീഷണിപ്പെടുത്തുകയാണോ? ഓലപ്പാമ്പ് കണ്ടാലൊന്നും പേടിക്കല്ലേ അരവിന്ദാക്ഷൻ? പാമ്പും ചേമ്പും ഒന്നുമല്ല, എന്റെ ഒരു അപേക്ഷയാ. ഗോപുമോളെ തിരിച്ചു കൊണ്ടുവരണം. അരവിന്ദേട്ടനറിയാതെ അവളെ ആരും കൊണ്ടുപോവില്ല. ദേവി ഇതാ കുഞ്ഞിനെ ഉപദ്രവിക്കരുത്. ഇനിയാവട്ടെ, അടുത്ത തവണ നമ്മൾ സിനിമ ക്യാൻസൽ ചെയ്യുന്നു. പകരം ബീച്ച്. ഈ കരയെ പ്രണയത്തിര കൊണ്ട് മൂടുന്ന കടലിനെ കണ്ടോണ്ടിരിക്കാം. എന്താ? എത്ര നന്നായിട്ടാ സിദ്ധു സംസാരിക്കുന്നത്. കോളേജിൽ ഏതായിരുന്നു വിഷയം? മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിന് എന്തായിരിക്കും വിഷയം? പിന്നെ ഇങ്ങനെ ഭാഷ എങ്ങനെ വഴങ്ങുന്നു? അതൊരു സിദ്ധിയൊന്നുമല്ല. എപ്പോഴോ വായിച്ച കുറെ പുസ്തകങ്ങൾ മനസ്സിന്റെ കണ്ണാടിയായി. പിന്നെ എന്നും മനസ്സിൽ സൂക്ഷിച്ചിട്ടുള്ളത് സ്നേഹം മാത്രമാ മനസ്സേ. അപ്പോ നല്ല വാക്കുകൾ പുറത്തു വരും. വാക്കുകൾ നന്മയായിട്ട് വരും.